ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ വളർത്തിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് പറയാം, അങ്ങനെയൊന്നും അല്ല ഒരു കുട്ടികൾ ചെയ്യേണ്ടത്. അവർക്ക് പറയാനുള്ള ഫോറംസ് ഉണ്ട്. ഞാൻ എന്തെങ്കിലും ഒരു മോശമായി പെരുമാറിയെന്ന് വെച്ച് അത് ഫോർ ആർഗ്യുമെൻറ്റ് സേക്ക് പറഞ്ഞാൽ, ഞാൻ എന്തെങ്കിലും ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിലോ പറഞ്ഞിട്ടുണ്ടെങ്കിലോ അവരുടെ എന്തെങ്കിലും വിഷയവുമായി ബന്ധപ്പെട്ടാണ്. ഇവർക്ക് എല്ലാവർക്കും തന്നെ എന്തെങ്കിലും വിഷയവുമായി എൻ്റെ ഫ്രണ്ടിൽ വന്ന ആൾക്കാർ തന്നെയാണ്. ആ സമയങ്ങളിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാകാം, അത് ആ വിഷയവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ എന്താ പറഞ്ഞതെന്നുള്ളതല്ല, ടീച്ചർ എന്ത് പറഞ്ഞു എന്ന് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. അവരെന്ത് ചെയ്തതുകൊണ്ടാണ് ടീച്ചർ ഇങ്ങനെ പറഞ്ഞത്, എന്താണ് റീസൺ, അത് പറയുന്നില്ല. അതൊക്കെ സൈലൻ്റാണ് ആ ഭാഗം. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവർ പറയുന്നു ടീച്ചർ മോശക്കാരിയാണ്, ടീച്ചർ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറയുന്നത്. ഇതിലൊക്കെ എന്താ കാര്യമിരിക്കുന്നത്? ഇതൊന്നും പറയാത്ത ഇഷ്ടംപോലെ കുട്ടികളില്ല. അപ്പോൾ ടീച്ചർ ഏതോ 2 പേര് പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല, പക്ഷെ എൻ്റെ കൂട്ടുകാരെ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. എന്താ വഴക്ക് പറയാൻ പാടില്ല, ശാസിക്കാൻ പാടില്ല? ഇതൊക്കെ എന്താ, ഇത് എവിടുത്തെ നിയമമാണ്? എന്തായാലും ഭാഗ്യത്തിന് ഫിസിക്കൽ ടോർച്ചർ മാത്രം പറഞ്ഞില്ല, അടിച്ചു പിടിച്ചു എന്നൊന്നും പറഞ്ഞില്ല. ഇതുവരെയുള്ള ആരോപണങ്ങളിൽ അതൊന്നും വന്നില്ല. ഇതുവരെ കേട്ടിട്ടില്ലാത്ത SC ST വരെ ഇവിടെ വന്നിട്ടുണ്ട് ഇതിനകത്ത് ആരോപണമായിട്ട്. ഇനിയും ഞാൻ പലതും പ്രതീക്ഷിക്കുന്നു. ഇനി എന്തെല്ലാം വന്നാലും നമ്മൾ ഫേസ് ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ ഇതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. കുട്ടികൾ വരണം, പഠിക്കണം എന്നുള്ളതാണ്. ഞാൻ എപ്പോൾ വേണമെങ്കിലും ഇവരോട് സംസാരിക്കും. 1-to-1 ടോക്കിന് വരെ ഞാൻ തയ്യാറാണ്. ഓരോ പെൺകുട്ടിയും വന്ന് എന്നോട് സംസാരിക്കുക, നിങ്ങളുടെ പ്രശ്നം എന്താണ്, അതെല്ലാം ഞാൻ സോൾവ് ചെയ്ത് കൊടുക്കാൻ തയ്യാറാണ്. പക്ഷേ ഇങ്ങനെ പരസ്യമായി തെറി പറഞ്ഞുകൊണ്ട് നടക്കുന്നതിൽ കാര്യമില്ല. ഇവർക്ക് യോഗ്യതയില്ല പ്രിൻസിപ്പളായിരിക്കാൻ. ഒരു പെൺകുട്ടി പറഞ്ഞു, ആ കുട്ടിക്ക് വയസ്സ് എത്ര? 23 വയസ്സ്. ഷീ മസ്റ്റ് അണ്ടർസ്റ്റാൻഡ്. ഞാൻ എത്രയോ കാലം കഴിഞ്ഞിട്ട് ഞാൻ പ്രിൻസിപ്പൽ പദവിയിൽ ഇരുന്നാണ്, 27 വർഷം. ഞാൻ എൻ്റെ കഠിന അധ്വാനം കൊണ്ട്, ഞാൻ ചുമ്മാ ആയ ആളല്ല, പഠിച്ച് കഷ്ടപ്പെട്ട് ഇത്രയും വർഷത്തെ സർവീസ് കൊണ്ട് ഒരാളായതാണ്. എന്നിട്ട് ഇത്തരം വർത്തമാനങ്ങൾ, പിന്നെ സ്വന്തമായിട്ട് ഞാനൊരു വ്യക്തിത്വം ഉണ്ടാക്കിയെടുത്ത ആളാണ്. എൻ്റെ പാഷൻ പെർസ്യൂ ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഞാനൊരു മറ്റൊരു മേഖലയിൽ, ഒരു പാചകം എന്നുള്ളൊരു മേഖലയിൽ ഞാനൊരു പേരുണ്ടാക്കിയത്. അതിനൊക്കെ ഒരുപാട് അധ്വാനമുണ്ട്. ഇവരെല്ലാം ആ ലെവലിലേക്ക് എത്തട്ടെ, എന്നിട്ട് എന്നെ ചലഞ്ച് ചെയ്യട്ടെ. അവരിപ്പോൾ പഠിച്ച് ജസ്റ്റ് ഒരു ഡിഗ്രി മാത്രമേ ഉള്ളൂ, അവരൊരു LLB കൂടെ പഠിച്ചിറങ്ങിയിട്ടല്ലേ അത് പറയേണ്ട ആവശ്യം. അപ്പോഴല്ലേ അവർക്കൊരു ലോയർ എന്നുള്ളൊരു അഡ്രസ്സെങ്കിലും വരുള്ളൂ. അതുപോലെ ആവാതെ ഇരിക്കുന്ന ഒരു കുട്ടിയാണ് അമ്മയുടെ പ്രായമുള്ള ഒരാളെ ചലഞ്ച് ചെയ്യുന്നത്. ഇതൊക്കെ പറയുന്ന മോശമല്ലേ? പ്രിൻസിപ്പൽ രാജിവെക്കുക എന്നുള്ളതാണ് അവരുടെ ആദ്യത്തെ മുദ്രാവാക്യം. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ ഈ സമരങ്ങൾ അവസാനിക്കുമെന്നോ പ്രശ്നങ്ങൾ തീരുമെന്നോ കരുതുന്നുണ്ട്? അതൊന്നും എനിക്കറിഞ്ഞൂടാ. അത് അവരുടെ മുദ്രാവാക്യം. ഇത് വ്യക്തിപരമാണ്. ലക്ഷ്മി നായർ എന്ന് പറയുന്ന പ്രിൻസിപ്പലിനെ അവർക്ക് ഇഷ്ടമല്ല. അത് അവരുടെ മാത്രം പ്രശ്നം. ബാക്കി ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ സ്വന്തം വീട്ടിൽ കയറി വന്നിട്ട് വീട്ടുകാർ ഇറങ്ങിപ്പോകണം, വാടകക്കാർക്ക് താമസിക്കണം എന്ന് പറയുന്ന രീതിയാണ്. ഇവിടെ ഹോസ്റ്റൽ എന്ന് പറയുന്ന സംവിധാനം ഈ ക്യാമ്പസിലെ നല്ല കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ തുടങ്ങി വെച്ചൊരു സാധനമാണ്. അവർക്ക് ക്യാമ്പസിൽ നിന്നുകൊണ്ട് തന്നെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ് കോളേജ്. അവരുടെ സുരക്ഷിതമായൊരു ഇടമാണത്. അപ്പം നമ്മളുടെ ഒരു നിയന്ത്രണം ഉള്ളതുകൊണ്ട് അവിടെ വേറെ ഒരു കാര്യവും ഇപ്പോൾ നടക്കുന്നില്ല. അതൊക്കെ ഏറ്റവും സുരക്ഷിതമായി നിൽക്കാൻ പറ്റുന്ന ഒരുപാട് പാരൻസ് പറയുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് അത്രയും കോൺഫിഡൻസ് ഉണ്ട് അവിടെ നിൽക്കുന്നുണ്ട്, മാഡം അത്രയും സ്ട്രിക്റ്റ് ആയിരുന്നു. അവർക്ക് കോളേജ് ലൈബ്രറി 8:30 മണി വരെ പോയിരിക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഇത്രയും സഹായങ്ങൾ കിട്ടുന്ന ഒരു കോളേജ് ഹോസ്റ്റൽ, അവർ ഡിവൈഡിങ് സിസ്റ്റം, ഒരു സ്വന്തം മെസ്സ്, സ്വന്തം മെനു ചെയ്യുന്ന ഒരു സ്ഥലം. 1000 രൂപ വാടക വാങ്ങിക്കുന്ന ഇതിനെക്കുറിച്ച് അവർ പറയുന്നത് വെക്കേഷൻ സമയത്ത് പോലും അവരുടെ ഇന്ന് ഇലക്ട്രിസിറ്റി ബില്ല് വാങ്ങിക്കുന്നുണ്ട്. 2 മാസത്തെ വെക്കേഷനിൽ 1 മാസം പരീക്ഷ എന്ന് പറഞ്ഞ് വന്ന് നിൽക്കുന്നുണ്ട്. അതിൽ ഒരു പ്രാവശ്യം മാത്രമേ ഉള്ളൂ, എനിക്ക് 2 വർഷം മുന്നേ തോന്നുന്നു, പരീക്ഷ സമയത്ത് ഏതോ ഒരു ബാച്ചിന് ഒരു 4-5 കുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വാർഡനും പിന്നെ എന്താ പറയുക കുക്കും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ വെക്കേഷൻ ഇച്ചിരി പരീക്ഷ നീണ്ടുപോയൊരു സമയത്ത് വന്നപ്പോൾ ഇവിടെ ആളില്ലാത്തതുകൊണ്ട് അവർക്ക് നിൽക്കാൻ പറ്റിയിട്ടില്ല. ആ ഒരാഴ്ചയോ മറ്റോ. അന്നേരം അവർ വേറെ അറേഞ്ച്മെൻറ്റ്സ് ചെയ്യണമെന്ന് പറഞ്ഞു. അത് മാത്രമേ എൻ്റെ അറിവിലുള്ളൂ. ബാക്കി എല്ലാ വെക്കേഷൻസിനും അവരുടെ പരീക്ഷാ സമയത്ത് പോലും എത്രയും മിനിമം 10-15 കുട്ടികളാണെങ്കിൽ പോലും അവർ അവിടെ വന്ന് നിന്ന് അവരുടെ സ്വന്തം നിലയ്ക്കുള്ള ചെറിയ മെസ്സൊക്കെ നടത്തി ഒരു മെയ്ഡിനെയും കൂടെ നിർത്തി കൊടുക്കുക, അല്ലെങ്കിൽ പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങിച്ച് കഴിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി. വാർഡനില്ല നിർത്താൻ പറ്റില്ല, മനസ്സിലായില്ല. അങ്ങനെ ഇല്ലാത്തൊരു സംവിധാനത്തിൽ അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ അവർ നിന്നാണ് പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ പലതും സത്യവിരുദ്ധമാണ്, ഈ പറയുന്നവർക്ക് തന്നെ അറിയാം. പക്ഷെ അവരൊരു കോസിന് വേണ്ടി നിൽക്കുന്നു എന്ന് പറയുന്നതുകൊണ്ടാണ് അവർക്ക് ഇനി അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്താലേ പറ്റുള്ളൂ. അവരുടെ പ്രശ്നം എന്ന് വെച്ചാൽ അവർക്ക് ഇതൊക്കെ പറയുമ്പോഴും അവർ പറയും ഞങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ പൈസ ഞങ്ങളുടെ നിന്ന് വാങ്ങിച്ചോളൂ, ഞങ്ങൾക്ക് അതൊന്നും പ്രശ്നമല്ല. പിന്നെ എന്താ വേണ്ടത് അവർക്ക്? ഞങ്ങൾ പൈസ പോയിട്ട് അവർക്ക് ഫ്രീഡം വേണം, അവർക്ക് ഇറങ്ങി നടക്കണം, അവർക്ക് റെസ്ട്രിക്ഷൻ പാടില്ല. അത് അവരുടെ കുറച്ച് പേരുടെ മാത്രം ആവശ്യമാണ്. ആ ആവശ്യത്തിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് ഈ സമരത്തിൽ നിൽക്കുന്നത്. എനിക്കതിനോട് അഭിപ്രായമൊന്നുമില്ല. അവർക്ക് വേണമെങ്കിൽ ഇതെല്ലാം ഞാൻ ഓക്കെയാണ്, ഇറങ്ങി നടന്നോട്ടെ, ഒരു പ്രശ്നമില്ല. പക്ഷെ പാരൻസ് പറയണം. ഇപ്പം എന്താണ്, ഇപ്പോൾ ഹോസ്റ്റൽ അടച്ചിരുന്നു, കോളേജ് അടച്ചപ്പോൾ ഹോസ്റ്റൽ ഓട്ടോമാറ്റിക്കലി അടഞ്ഞതാണ്. കുട്ടികൾ തന്നെ പറഞ്ഞു വീക്കെൻഡാണ് ഇതിൻ്റെ സമരം നിന്നിട്ട് വരാമെന്ന് പറഞ്ഞ് പോയി. വാർഡനും വീട്ടിൽ പോയി, മെയ്റ്റ്സും പോയി. ഇപ്പം എന്താ സംഭവിച്ചത്? അത് കഴിഞ്ഞ് ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും പയ്യന്മാർ തന്നെ ഇവരുടെ ഈ സമരത്തിൽ നിൽക്കുന്ന ബോയ്സ് അവിടെ വന്ന് കൂട്ടടിച്ച് പൊട്ടിച്ച്, ഗ്രില്ലടിച്ച് പൊട്ടിച്ച്, അവിടുത്തെ ക്യാമറയെല്ലാം വലിച്ചു പൊട്ടിച്ച് ഈ പെൺകുട്ടികൾക്ക് അവിടെ എൻട്രി ഉണ്ടാക്കി കൊടുത്തു. ആദ്യം 15 പേര് വന്നു, പിന്നെ 25. ആദ്യം വന്നത് വളരെ അപ്രഹെൻഷനോട് കൂടിയാണ്. ഇനി വല്ല കേസാവോ, ട്രസ്പാസ് ആണല്ലോ, കേസാകുമോ എന്നൊക്കെ പേടിച്ചു വന്നു. വാസ്തവത്തിൽ ട്രസ്പാസാണ്, കേസ് എടുക്കാം, ഇവരെല്ലാം അറസ്റ്റ് ചെയ്യിപ്പിക്കാം. പക്ഷെ ഞങ്ങൾ അങ്ങനെ ഒരു അഗ്രസീവായിട്ടുള്ള മോഡിനും പോയില്ല. ഇനി അത് മതി, പെൺകുട്ടികളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി എന്ന് പറഞ്ഞാൽ അടുത്തൊരു സ്കൂപ്പ് ഉണ്ടാകും. അതിനൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങളുടെ മാർഗം അതല്ല.
അവർ താമസിച്ചോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അവരെ ബാക്കിയുള്ളവരെ വിളിച്ചു, ഇവിടെ കുഴപ്പമൊന്നുമില്ല, വന്നോളൂ എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം തൊട്ട് ആൾക്കാർ കൂടി ഏതാണ്ട് ഒരു 10-40 പിള്ളേരോളം അവിടെ ഉണ്ട്. അവിടെ നിൽക്കുന്ന എന്തിനാണ്? ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാനല്ലല്ലോ. അവർ ആ സ്ഥലം ഉപയോഗിച്ചിട്ട് അവർ സ്വന്തമായിട്ട് പാചകം ചെയ്യുന്നു, സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് അവർ സമരത്തിന് പോയി അവിടെ ഇരിക്കുന്നു, സമരപ്പന്തലിരിക്കുന്നു, പോകുന്നു, വരുന്നു. ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് അവിടെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അതിൽ വേറെ കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, മറ്റു കാര്യങ്ങളൊന്നും. പിന്നെ അവരുടെ കാര്യത്തിൽ ഇപ്പോൾ യാതൊരു നിയന്ത്രണവുമില്ല. കാര്യം അവർ എത്ര മണിക്കാണ് അവർ തിരിച്ച് ഹോസ്റ്റലിലേക്ക് കയറുന്നത്, അതിനൊക്കെ അവർ സെൽഫായിട്ടുള്ള നിയന്ത്രണങ്ങളാണ് വെച്ചിരിക്കുന്നത്. 6 മണിക്ക് പോകുന്നവരുണ്ട്, 8 മണിക്ക് പോകുന്നവരുണ്ട്, 8 മണിക്ക് പോകുന്നവരുണ്ട്. അത് അവരുടെ ഇഷ്ടം. ഇവിടെ ആരും നോക്കുന്നില്ലല്ലോ. ഇപ്പോൾ അരാജകത്വമാണ് അവിടെ നടക്കുന്നത്, ലോലെസ്നെസ്. ഇവിടെ നല്ല നിയമം ഉണ്ടായിരുന്ന ഒരു സ്ഥാപനം, നല്ല നിയമം ഉണ്ടായിരുന്ന ഒരു ഹോസ്റ്റൽ, ഇപ്പോൾ ഇഷ്ടത്തിന് വരാം, ഇഷ്ടത്തിന് പോകാം. ഇത് ആരുടെ സ്ഥലം? കോളേജിൻ്റെ സ്ഥലം. ഇത് ആര് കെട്ടി, ആർക്ക് വേണ്ടി വെച്ചിരിക്കുന്നു? ഇതിൻ്റെ ഓണർ ആരാണ്? ഇതിനൊന്നും ചോദ്യങ്ങളുമില്ല, ഉത്തരവുമില്ല. അവരുടെ അവകാശം പോലെ അവരത് ഉപയോഗിക്കുന്നു. ക്ലാസ്സുകൾ തുടങ്ങാനായിട്ട് ഇന്ന് തുടങ്ങണം എന്നായിരുന്നു ധാരണ. അപ്പോൾ എന്ത് ചെയ്തു? അത് പൊളിക്കണം. ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ അവരുടെ സമരം പൊളിയുമെന്ന് അവർ പേടിക്കുന്നു. കാര്യം കുട്ടികളൊക്കെ വന്നാലും. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഉടനെ തന്നെ ഒരു സംഘടന ഇന്നത്തേക്ക് വിദ്യാഭ്യാസം എന്ന് പറയുന്നു, വേറൊരു സംഘടന വിദ്യാഭ്യാസം എന്ന് പറയുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അതിനെ ചലഞ്ച് ചെയ്യാനൊന്നും പോകുന്നില്ല. ബിക്കോസ് ഞങ്ങൾക്കൊരു ഫൈറ്റ് വേണ്ട, ഞങ്ങൾക്കൊരു വയലൻസ് വേണ്ട. ഈ പുറത്തിരിക്കുന്ന കുട്ടികൾ ഞങ്ങളുടെ കുട്ടികൾ തന്നെയാണ്. ഇനി എന്ത് കാര്യത്തിനാണെങ്കിലും എത്ര ചീത്ത പറഞ്ഞാലും അൾട്ടിമേറ്റ്ലി അത് ഞങ്ങളുടെ കുട്ടികൾ തന്നെയാണ്. അവർക്കൊന്ന് കുട്ടികളെ എന്നൊക്കെ വിളിക്കുന്നതിൻ്റെ ഒരു പുച്ഛത്തിലാണ് അവർ ഇൻറ്റർപ്രറ്റ് ചെയ്യുന്നത്. കുട്ടികളെന്ന് വെച്ചാൽ സ്വന്തമായിട്ട് പ്രസവിച്ച കുട്ടികളാവണമെന്നില്ല, പ്രായം കൊണ്ട് പറയുന്നേ ഉള്ളൂ. സ്റ്റുഡൻസ് എന്ന് പറയാം, മാറ്റി പറയാം. ദേ ആർ ഓൾസോ ആ സ്റ്റുഡൻസ്. അപ്പോൾ അവരുടെ ദേഹത്ത് പോലീസ് അടിക്കുകയും പിടിക്കുകയും ചെയ്യുന്നത് ഞങ്ങൾക്ക് താല്പര്യമുള്ള കാര്യമല്ല. അപ്പോൾ ലോലെസ്നെസ്സിന് ഞങ്ങൾ കൂട്ടു നിൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ക്ഷമിക്കുന്നത്. ക്ഷമയുടെ പരമാവധി ക്ഷമിക്കും. പിന്നെ അവർ ഭയക്കുന്നത് തിരിച്ചു വന്നാൽ ഞാൻ അവരെ ഭയങ്കരമായിട്ട് ഹറാസ് ചെയ്യും. അതിൻ്റെ ആവശ്യമൊന്നും എനിക്കില്ല. എനിക്ക് ഇത്രയും വരെ ഹറാസ് ചെയ്യേണ്ട കാര്യമില്ല. ഒന്നാമത്തെ കാര്യം, ഇവരുടെ പേടിയെന്ന് വെച്ചാൽ ഇവർ പറയാൻ പാടില്ലാത്തതും കള്ളമാണെന്ന് അവർക്കറിയുന്ന ഒരുപാട് കാര്യങ്ങൾ. സത്യം ഇതിലൊരു 10% ഉണ്ടാവുള്ളൂ, ബാക്കി മുഴുവൻ മെയ്ഡ് അപ്പ് സ്റ്റോറീസാണ്. അതെല്ലാം അവർ പറഞ്ഞു കഴിഞ്ഞു. ഒരു അധ്യാപികയെ പറയാൻ പറ്റുന്നതിന് അപ്പുറത്തേക്ക് പറഞ്ഞു കഴിഞ്ഞു. ഇനി അവർക്ക് എൻ്റെ മുഖത്ത് നോക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. തിരിച്ച് ഞാനിതെല്ലാം കേട്ടു എന്നുള്ള അവർക്കറിയാം. അപ്പോൾ ഞാനിതെങ്ങനെ റിയാക്ട് ചെയ്യും? അവരുടെ ഗിൽറ്റി ഫീലിംഗ് ആണ് അത്. ഞാൻ അവരെ പ്രതികാര നടപടികൾ എടുക്കുന്ന അവർ ഭയക്കുന്നു. അതുകൊണ്ട് അവർ രാജിവെക്കണമെന്ന് വീണ്ടും ഉറച്ചു നിൽക്കുന്നു. എന്ത് മാർഗത്തിലൂടെയാണെങ്കിലും അവരത് സാധിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൽ എന്ത് മാർഗം എന്ന് പറയുമ്പോൾ എന്ത് മോശപ്പെട്ട മാർഗവും സ്വീകരിക്കും എന്നാണ് എൻ്റെ അർത്ഥം. പക്ഷേ എനിക്ക് വിഷമമില്ല, എനിക്ക് പരാതിയില്ല, പരിഭവങ്ങളില്ല. കുട്ടികളെല്ലാം തിരിച്ചു വരട്ടെ, വന്ന് പഠിക്കട്ടെ എന്ന് തന്നെയാണ്. ലെറ്റ് ഓൾ ദ സ്റ്റുഡൻസ് കം ബാക്ക് ആൻഡ് സ്റ്റഡി. അവർക്കുള്ള ചെറിയ എന്ത് കാര്യമാണെങ്കിലും ഞാൻ പരിഹരിച്ചു കൊടുക്കും. ഞാനാണ് കുഴപ്പമെങ്കിൽ എൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും കറക്ഷൻസ് വേണമെങ്കിൽ ഈവൻ ഐ എം റെഡി ഫോർ ദാറ്റ് ഓൾസോ. ചിലപ്പോൾ എനിക്ക് എന്തെങ്കിലും കറക്ഷൻസ് വേണ്ട ആൾ തന്നെ ആയിരിക്കാം, അറിയില്ല. തെറ്റും കുറ്റവും ഇല്ലാത്ത ഒരു മനുഷ്യരെ ഈ ലോകത്തില്ല, ഉണ്ടാവുമോ എനിക്കറിയില്ല. എല്ലാവർക്കും സ്വന്തമായിട്ടൊന്ന് നമ്മളൊരു ഇൻട്രോസ്പെക്ഷൻ നടത്തണം. നമ്മളെല്ലാവരും പെർഫെക്റ്റ് ആണോ? അല്ല. ഈച്ച് ആൻഡ് എവറി സ്റ്റുഡൻറ്റ് ഷുഡ് ഡു ദാറ്റ്. നമ്മുടെ കയ്യിൽ എന്താണുള്ളത്? നമ്മളെല്ലാം തികഞ്ഞ ആൾക്കാരാണ്. ഈ പറയുന്ന ആൾക്കാരിൽ കുറ്റമില്ലേ? കുറ്റമുള്ളവരുണ്ടോ ഇല്ലയോ? അവരും ഒന്ന് പരിശോധിക്കുക. അപ്പോൾ ഇനി അങ്ങനെ എന്തെങ്കിലും എനിക്കെതിരായിട്ടൊരു ആരോപണം ഉണ്ടായിരുന്നെങ്കിൽ എന്നോട് വന്ന് സംസാരിക്കാൻ. സീപ്പോട്ടെ, ടീച്ചറിനോട് പറയാൻ പേടിയാണെന്ന് പറയുന്ന ഈ ഒരു ഫിയർ ഫാക്ടർ അതവിടെ നിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ. എൻ്റെ മുകളിലൊരാളുണ്ട്, അച്ഛനുണ്ട്, ജീവിച്ചിരിക്കുന്നുണ്ട്. അദ്ദേഹമാണ് ഇതിൻ്റെ സ്ഥാപകൻ. ഞാൻ അദ്ദേഹത്തിനെ ബഹുമാനിക്കുന്ന ആൾ തന്നെയാണ്. എന്തൊക്കെ പറഞ്ഞാലും അച്ഛനും മകളും തന്നെയാണ്. അച്ഛൻ പറഞ്ഞാൽ അനുസരിക്കാത്ത ഒരു മകളും ഉണ്ടാവില്ല. ഈ പ്രായത്തിൽ ഞാൻ അച്ഛനെ തന്നെയാണ് ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നതാണ്. അപ്പോൾ അച്ഛനോട് വന്ന് പറയാം, അവർക്ക് എഴുതി കൊടുക്കാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ എന്നോട് അച്ഛനെ സംസാരിക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു അപ്പലേറ്റ് അതോറിറ്റി ഇരിക്കെ ഈ ഒരു മാർഗ്ഗങ്ങളൊന്നും സ്വീകരിക്കാതെ ഒരു ഫോറത്തിലേക്ക് വരാതെ സ്ട്രേറ്റ് അവേ സ്ട്രൈക്കിലേക്ക് എടുത്ത് ചാടുകയും അതിൽ നിന്നും വീണ്ടും കൂടുതൽ ആൾക്കാരെ ഇൻവോൾവ് ചെയ്ത് ഇത്രയും മോശമായ ഒരു ലെവലിലേക്ക് ഈ സ്ഥാപനത്തിനെ കൊണ്ടുപോയി ചെയ്തിട്ട് ഇതുകൊണ്ട് എന്ത് നേട്ടമാണുള്ളത്? അവർ പഠിക്കുന്ന സ്ഥാപനത്തിനെ തന്നെ നശിപ്പിക്കില്ലേ? ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിപ്പോയി ഒരുപാട് കുട്ടികൾ വിഷമത്തോട് ഞങ്ങളുടെ സ്ഥാപനം ഇപ്പം ഇങ്ങനെ കാണാൻ വേണ്ടി ഞങ്ങൾക്ക് വിഷമമുണ്ട്. എത്ര മെസ്സേജസ് എനിക്ക് വരുന്നു എന്ന് പറയുന്നു. ഞാൻ പഠിപ്പിച്ച കുട്ടികളെ ടീച്ചറിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. ഞങ്ങൾക്കൊന്നും ഇങ്ങനെ ഒരു അനുഭവമില്ലല്ലോ. അപ്പോൾ അവർ പറയും ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ടാണ് ഈ അനുഭവം. ഓരോ പ്രായം കഴിയുന്നവർ എനിക്ക് മെച്യൂരിറ്റി കൂടിയല്ലേ വരുന്നത്. ഇപ്പം ഞാൻ പ്രിൻസിപ്പളായി കഴിഞ്ഞിട്ടുള്ള അനുഭവങ്ങളാണ് ഇപ്പോൾ ഇവർക്ക് പ്രശ്നം. പ്രിൻസിപ്പൾ ആകുമ്പോൾ ഒരു സാധാരണ ടീച്ചറിന് അപ്പുറത്തേക്ക് കുറച്ചുകൂടെ അധികാരങ്ങളും കുറച്ചുകൂടെ ഡിസിപ്ലിൻ മാറ്റേഴ്സിൽ ഇടപെടേണ്ടി വരുന്നു. മറ്റത് നമ്മൾ പഠിപ്പിക്കുന്ന സബ്ജക്റ്റിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. ഇപ്പോൾ അങ്ങനെയല്ല. എല്ലാ ക്ലാസ്സിലെയും എല്ലാ കുട്ടികളുടെയും എല്ലാ ടീച്ചേഴ്സിൻ്റെയും ഗ്രീവൻസസ് ഞാൻ കാണേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഇടപെടലുകൾ നടത്തേണ്ടി വരും. അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ പറയുന്നത്. അതുകൊണ്ടാണ് എന്നോട് മാത്രമായിട്ടുള്ളൊരു വിരോധം വരുന്നത്. അപ്പോൾ ഇതിനൊക്കെ വ്യക്തമായ കാരണങ്ങളുണ്ട്, മനസ്സിലായി. ഇതാണ് ഈ പറയുന്ന അലിഗേഷൻസിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതെന്താണെങ്കിലും അവർക്ക് അത്രയും ഹേർട്ടായ കാര്യങ്ങൾ എന്തെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ അവർക്ക് എനിക്ക് തോന്നിയിട്ടില്ലെങ്കിൽ പോലും അവർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ദേ ക്യാൻ ഓൾവേസ് കം ടു മീ. അവിടെയുണ്ടൊരു ഹ്യൂമൻ ബീങ് അല്ലേ ഞാനും. എനിക്ക് എവിടെയെങ്കിലും ഒരു നന്മ ഉണ്ടാവാതിരിക്കുമോ? അപ്പോൾ ആ നന്മയല്ലേ അവർ നോക്കേണ്ടത്. ആ നന്മ അവർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരുപാട് നന്മകളുണ്ട്. ആ നന്മയിൽ ഏതെങ്കിലും ഒരു കാര്യം അവർ ഓർക്കണം. ഈ കുട്ടികളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ മാഡം തന്നെ മുൻകൈ എടുക്കും എന്ന് പറയാം.
എനിക്ക് ഞാൻ മുൻകൈ എടുത്ത് കേൾക്കാൻ തയ്യാറാണ്. പക്ഷേ ഒരു ഗ്രൂപ്പായിട്ട് വന്ന് ടോർച്ചർ ചെയ്യുന്നതിൽ ഞാൻ താല്പര്യപ്പെടുന്നില്ല. അറിയാലോ, ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അങ്ങനെയാണ്. അതുപോലെ ഇങ്ങനെ ചാനലുകളിൽ കൊടുക്കാൻ വേണ്ടിയും അങ്ങനെ ഒരു ഡിസ്കഷൻ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഷുഡ് ബി എ 1-to-1 ടോക്ക്, മനസ്സിലായില്ലേ? അല്ലാതെ അവർ തന്നെ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള വീഡിയോസ് എടുക്കുക. സോ ഐ ഡോണ്ട് വോണ്ട് സച്ച് ഡിസ്കഷൻസ്. പേഴ്സണലായിട്ട് എന്നെ കണ്ട് സംസാരിക്കാനുള്ള എല്ലാ സംവിധാനവും ഞാൻ ചെയ്തു കൊടുക്കും. അപ്പോൾ ഇതിൽ ഏതോ ഒരു കുട്ടി ചാനലിൽ നിന്ന് പറഞ്ഞു, മാഡം തിരിച്ചെത്തിയിട്ടുണ്ട്, ഇപ്പോഴും ഹെഡ്ഫോണൊക്കെ വെച്ച് ഇങ്ങനെ ജാടയിലൊക്കെ നടക്കുന്നു, പഴയ ആറ്റിറ്റ്യൂഡ് തന്നെയാണ്, ഞങ്ങളെ ഒന്നും ഇനി പഴയതുപോലെ തന്നെ അവർക്കൊരു മാറ്റവും വരില്ല. ഹെഡ്ഫോൺ വയ്ക്കുന്ന ഒരു കുറ്റമാണ്, ഒരാളുടെ ബോഡി ലാംഗ്വേജ് ഒരു കുറ്റമാണ്. ഒരു പെൺകുച്ച് വേറൊരു ഇതിലിരുന്ന് പറയുന്നത് കേട്ടു. പിന്നെ അവരൊരിക്കലും നന്നാവില്ല. പിന്നെന്താ, അവരുടെ വസ്ത്രവിധാനത്തിനെ കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും ഈ കുട്ടികളൊക്കെ അത് പറയാൻ കൊള്ളാമോ? വസ്ത്രത്തിന് അവർക്ക് അങ്ങനെ ടി വിയിൽ നടക്കുന്നു, അങ്ങനെ ഞങ്ങളെ എന്തിനാണ് നിയന്ത്രിക്കുന്നത്? ഞാൻ ടി വിയിൽ നടക്കുന്ന ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ്. ആ പ്രോഗ്രാമിൻ്റെ അതിൻ്റെ ഒരു നേച്ചർ അനുസരിച്ചിട്ടുള്ള ഡ്രസ്സിങ് അതിന് ആവശ്യമാണ്, അതനുസരിച്ച് ചെയ്യുന്നു. അതും ഇതും കൂടെ കൂട്ടിക്കുഴയ്ക്കുന്നത് എന്തിനാണ്? ദിസ് ഈസ് എൻറ്റയർലി എ ഡിഫറെൻറ്റ് പ്രൊഫഷൻ. ഇവിടെ ഞാൻ അങ്ങനെ വരുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഇവിടെ ഒരു ടീച്ചറായിട്ടല്ലേ വരുന്നത് ആണ്. അപ്പോൾ ഈ കുട്ടികളെന്ന് പറയുന്നവരും കോളേജിൽ വരുമ്പോൾ ഏത് ഡ്രസ്സ് ഇടണം എന്നുള്ളതിനെക്കുറിച്ചൊരു യൂണിഫോം ഉണ്ട്, അത് പാലിക്കണം എന്നല്ലേ പറയുന്നുള്ളൂ. അവർ പുറത്ത് പോകുമ്പോൾ ഏത് ഡ്രസ്സ് ഇടണം എന്നുള്ളതിനെക്കുറിച്ച് ഞാനൊന്നും പറയാറില്ലല്ലോ. അവർക്ക് ഏത് ഡ്രസ്സും ഇടാം, അവർ അച്ഛനമ്മമാരോട് പോകുമ്പോൾ ഏത് ഡ്രസ്സും ഇടാം, അവർക്ക് പുറത്ത് ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഏത് ഡ്രസ്സും ഇടാം. അവരതെല്ലാം വേറെ ചെയ്യുന്നുണ്ടല്ലോ, അതിനൊന്നും ഞാൻ ഒന്നും പറയുന്നില്ലല്ലോ. അപ്പോൾ എത്ര മോശപ്പെട്ട രീതിയിലാണ് പറയുന്നത്. അപ്പോൾ ഒരു ടീച്ചറിനെ കുറിച്ച് അതൊക്കെ പേഴ്സണലായിട്ടുള്ള കമൻറ്റ്സ് അടിക്കുക, അതിനൊന്നും ആവശ്യമില്ലല്ലോ. അവരൊരു വലിയ നടിയാണെന്ന് പറഞ്ഞു. അവരെൻ്റെ പത്രസമ്മേളനം കണ്ടിട്ട് ഒരു പെങ്കൊച്ചിനും ഒരു ചാനലിൽ പറയാം, ഈ നല്ല ആങ്കർ മാത്രമല്ല, ഷീസ് എ ഗുഡ് ആക്ട്രസ് എന്ന്, നല്ലൊരു നടിയാണെന്ന്. അതൊക്കെ പേഴ്സണൽ കമൻറ്റ്സ്, അത് പറയേണ്ട ആവശ്യമുണ്ട്. അവരുടെ ഗ്രീവൻസുകൾ പറയാനാണ് ചാനലിലേക്ക് പോകുന്നത്. ടീച്ചർ അങ്ങനെ ചെയ്തു, ടീച്ചർ ഇങ്ങനെ ചെയ്തു, അത് പറഞ്ഞോട്ടെ. പക്ഷേ ഈ കാര്യം എന്തിനു പറയണം? അതൊന്നും അത് പേഴ്സണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്, അതൊന്നും പറയേണ്ട ആവശ്യമില്ല. അവരൊരു നടിയാണ് അങ്ങനെ പറയുകയാണെങ്കിൽ ഇവരെല്ലാവരും ഇത്രയും നാളും നടിക്കുകയല്ലായിരുന്നു, എന്നെക്കാട്ടി നല്ല നടികളല്ലേ. ഈ കഴിഞ്ഞ 3 വർഷവും മാം ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ് പറഞ്ഞ് സ്നേഹത്തിൽ ചിരിച്ചുകൊണ്ട് ഫ്രണ്ടിൽ നിന്ന് ഒരു പറ്റം കുട്ടികളാണ് ഞാൻ അപ്പുറത്ത് കാണുന്നത്. അവരെന്തായിരുന്നു അപ്പോൾ ഇത്രയും നാൾ ചെയ്തുകൊണ്ടിരുന്നത്? അവർ നടിക്കുകയായിരുന്നു, അവർ നല്ല നടികളും നടന്മാരുമായിരുന്നു. അത്രയൊക്കെ എനിക്ക് തോന്നുന്നുള്ളൂ ഇതിൽ. അപ്പോൾ പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം പ്രത്യാരോപണം ഒക്കെ വരും. അപ്പോൾ പറയുന്നതിനൊരു പ്രതിപക്ഷ ബഹുമാനം എപ്പോഴും വരും. സമരം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇനി സ്ഥാപനത്തിന്റെ ഭാഗത്തുനിന്ന് ചെയ്യുന്നത്? സ്ഥാപനത്തിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മളെപ്പോഴും ഓപ്പണാണ് ഫോർ എനി ഡിസ്കഷൻ. അത് ഞാൻ പറഞ്ഞല്ലോ, അത് മാനേജ്മെൻ്റ് ആണെങ്കിലും പ്രിൻസിപ്പലിൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും എനിബഡി, ടീച്ചേഴ്സ് ആർ ഓൾ ബിഹൈൻഡ് മീ. ഞങ്ങൾക്കെല്ലാം വാസ്തവത്തിൽ വിഷമമാണ്. കാര്യം ടീച്ചേഴ്സൊക്കെ വലിയ വിഷമത്തിലാണ്. കാര്യം ഈ കുട്ടികൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അവർക്കറിയാം എൻ്റെ സത്യാവസ്ഥ, എത്രത്തോളം മാർക്കാണ് ഇൻറ്റേർണൽസ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇത്രയും ലിബറലായിട്ട് ഇൻറ്റേർണൽസിന് മാർക്ക് കൊടുക്കുന്ന മറ്റൊരു സ്ഥാപനം ഉണ്ടാവില്ല. ഒരു പക്ഷേ നമ്മുടെ കൗണ്ടർ പാർട്സ് ആയിട്ടുള്ള മറ്റ് ലോ കോളേജിലെ കുട്ടികൾക്ക് പോലെ അവർക്ക് പോലും അസംതൃപ്തി തോന്നുന്ന രീതിയിലുള്ള മാർക്കാണ് ഇവിടെ കൊടുക്കുന്നത്. ഇത്രയും മാർക്ക് കൊടുക്കുന്നതുകൊണ്ടാണോ നിങ്ങളുടെ കോളേജിലെ കുട്ടികൾക്ക് ഇത്രയും വലിയ വിജയ ശതമാനം എന്ന് വരെ അവർക്ക് ചോദിക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ അത്രയും സ്ട്രിക്റ്റ് അല്ലാത്ത രീതിയിലാണ് ഇവിടെ ഇൻറ്റേർണൽസ് കൊടുക്കുന്നത്. അതുകൊണ്ട് അവർ പറയുന്ന ഏത് കാര്യത്തിൽ, ഫോർ എക്സാമ്പിൾ ട്രാൻസ്പെറൻസി, അവർ പറയുന്ന ലെവലിൽ ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ്. അതിനൊന്നും ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു കുഴപ്പവുമില്ല. കാര്യം ഞങ്ങൾ കൂടുതൽ മാർക്ക് കൊടുക്കാനേ ശ്രമിച്ചിട്ടുള്ളൂ, 6 മാർക്ക് എടുക്കാനേ ശ്രമിച്ചിട്ടില്ല. അതാണ് ബേസിക്കലി സത്യം പറഞ്ഞാൽ നടക്കുന്നത്. അപ്പോൾ ഏറ്റവും അവസാനത്തെ റിസോർട്ടായിട്ടാണ് ഇയർ ഔട്ട് ആക്കുന്നതും ഡൊണേഷൻ കൊടുക്കുന്നത്. അത് അവർക്കും അറിയാം. അതൊരു കാര്യത്തിന് വേണ്ടി കാര്യം പറയുന്നു എന്നല്ലാതെ സമരത്തിന് വേണ്ടി ഒരു സമരമാണ് ഇപ്പോൾ ഇത്. അതിൽ സത്യങ്ങൾ എത്രയുണ്ടെന്ന് അവർക്ക് തന്നെ അറിയാം. പക്ഷെ അവരാരും ഉണപ്പില്ല. ടീച്ചർ ഒരു കോമൺ എനിമിയായിട്ട് ഈ 200 പേർക്ക് ഇപ്പുറത്ത് നിൽക്കുന്നു. പിന്നെ ഇവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കുറച്ച് കഴിഞ്ഞ 3-4 വർഷമായിട്ട് പാസ് ഔട്ടായി പോയ ഇവരെ പോലെയുള്ള ഗ്രീവൻസ് ഉള്ള കുറച്ച് ആൾക്കാർ, അതും ഒരു മൈനോറിറ്റിയാണ്. എനിക്ക് മനസ്സിലാവാത്ത കാര്യം അതാണ്. അവരുള്ള കാലത്ത് അവർക്ക് പ്രതിഷേധിക്കാമായിരുന്നു. അവർ കുറേയൊക്കെ പ്രതിഷേധിച്ചിട്ടുണ്ട്, കുറേ കാര്യങ്ങൾക്കൊക്കെ അവർ വഴക്കേണ്ടി വന്നിട്ടുണ്ട്. അവരുടെ എല്ലാ കാര്യവും സാധിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞ് അവർ നല്ല വക്കീലന്മാരെയും നല്ല സക്സസ്ഫുൾ ആയിട്ട് അവരുടെ അടുത്ത് ഓരോ സ്ഥലത്ത് ഇരിക്കുന്നു. എന്നിട്ട് തിരിച്ചു വന്നവരുടെ കുഞ്ഞനുജന്മാരെയും അനുജത്തിമാരെയും മോട്ടിവേറ്റ് ചെയ്യുകയാണ്, ഞങ്ങൾക്ക് പറ്റാത്തത് നിങ്ങൾ ചെയ്യുമെന്ന്. അതിൻ്റെ അർത്ഥം എന്താ? അപ്പോൾ അവർക്ക് വേണ്ടി ഇവർ സാക്രിഫൈസ് ചെയ്യണം കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവർ പഠിക്കേണ്ട, ഞങ്ങൾക്ക് കിട്ടാനുള്ളതെല്ലാം കിട്ടി. അവർ സമയം മെനക്കെടുത്ത് ഇവിടെ വന്ന് ഇതൊക്കെ ചെയ്തൊക്കെ ശരിയാണോ? പഠിച്ച കോളേജ് ഇപ്പോൾ കംപ്ലയിൻറ്റ് കൊടുക്കാൻ വരുന്ന ആളുകളുടെ ഒരു നിര കാണുമ്പോൾ മനസ്സിലാവും. കഴിഞ്ഞ വർഷം ഇവിടുത്തെ പാസ് ഔട്ടായിപ്പോയി എൻറോൾ ചെയ്തൊരു പെൺകുട്ടി വരുന്ന കണ്ടു, കംപ്ലയിൻ്റ് ആണ്. അതിൻ്റെ അവസാനത്തെ പരീക്ഷയുടെ മാർക്കിൻ്റെ ലിസ്റ്റ് ഞാൻ എടുത്ത് നോക്കി, എന്തോരം നല്ല മാർക്ക് കിട്ടിയ കുട്ടിയാണ്. ആ കുട്ടി വരെ കംപ്ലയിൻറ്റ്. അപ്പോൾ ഇപ്പോൾ കംപ്ലയിൻറ്റ് കൊടുക്കാന്നുള്ളൊരു ഒരു ഫോർമലൊരു സംഗതിയായി മാറ്റിയിരിക്കും. ഞങ്ങൾക്ക് എല്ലാവർക്കും കംപ്ലയിൻറ്റ്, അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും കംപ്ലയിൻറ്റ് ഉണ്ടാവും. എല്ലാവരും ഒരു പേപ്പറിൽ എന്തെങ്കിലും എഴുതി കംപ്ലയിൻറ്റ് കൊടുക്കും, എൻക്വയറിക്ക് കൊടുത്തോട്ടെ. ടീച്ചറുടെ കഴിഞ്ഞ ദിവസത്തെ ഓഡിയോ ക്ലിപ്പിനെ പറ്റിയാണ് എല്ലാവരും കമൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ടീച്ചർ ഉപയോഗിച്ച ഭാഷയെക്കുറിച്ച് ഒരുപാട് പേര് പറയും. എന്താണ്? എനിക്ക് അതിനെക്കുറിച്ച് ഒരു അഭിപ്രായമില്ല പറയാനായിട്ട്. ആ വിഷയത്തിൽ ഞാൻ സംസാരിക്കുന്നില്ല. ഇതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ, ഓഡിയോ ക്ലിപ്സ് പലതും വരും, അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കാൻ ഇപ്പോൾ താല്പര്യപ്പെടുന്നില്ല. കാര്യം ഇതിൽ സത്യമുള്ളത് ഏതാണ് കള്ളമുള്ളത് ഏതാണെന്ന് തിരിച്ചറിയാൻ വയ്യാത്തൊരവസ്ഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇനിയും പലതും പ്രതീക്ഷിക്കാം. ഇതെല്ലാം ഞാൻ പറഞ്ഞു തന്നെയാണോ എന്ന് തെളിയിക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ഐ എം റിസർവിങ് മൈ കമൻസ്. താങ്ക് യു.